സെയിൽ കമ്മിങ് സൂൺ. ഫ്ലിപ്കാർട്ട് നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലെയർ ആയിരിക്കും. എന്തായാലും നവംബർ 24 മുതൽ 29 വരെ ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ നടക്കാൻ പോവാണ്. എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിനേക്കാളും ഏറ്റവും ലാഭത്തിന് മിക്കവാറും സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നത് നമ്മുടെ ആമസോണിലായിരിക്കും. കാരണം ആമസോണൊക്കെയാണ് ഏറ്റവും ആ ഒരു ഭയങ്കര വലിയ രീതിക്ക് ഈ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ കുട്ടി ആഘോഷിക്കുന്നത്. പക്ഷേ ഇതുവരെ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് നവംബർ 22 ഇതുവരെ ഒരു ഹിന്റ് പോലും ആമസോൺ തന്നിട്ടില്ല എന്നുള്ളതാണ് വീണ്ടും എടുത്തു പറയേണ്ടത്. പക്ഷെ ചില മീഡിയാസ് ഒക്കെ പറയുന്നുണ്ട് നവംബർ 21 മുതൽ 29 വരെ ആയിരിക്കും നമ്മുടെ ആമസോണിൽ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ നടക്കാൻ പോകുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു എന്ന് തന്നെ പറയാൻ പറ്റും. എനിക്ക് പലപ്പോഴും പക്ഷേ ചെറിയ സംശയം ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ റോക്കേഴ്സ് 430 ഉണ്ടല്ലോ, ഫ്ലിപ്കാർട്ടിൽ 1499 രൂപയാണ്. പക്ഷേ അവരുടെ ആമസോണിലേക്ക് പോകുകയാണെങ്കിൽ അതിന് 1290 രൂപയ്ക്ക് മേടിക്കാൻ പറ്റും. എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് ഞാനൊരു ഓഫർ തരാം. നമ്മുടെ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോറിൽ വന്നാൽ നിങ്ങളുടെ കയ്യിലുള്ള ഇയർബഡ്സിന് ഒരു കേസ് കവർ, അതുപോലെ തന്നെ വാച്ചിനൊരു വാച്ച് സ്ട്രാപ്പ് ഒക്കെ തന്നെ മറ്റുള്ള എല്ലാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ച് അവിടെ തരാം. വളരെ ലാഭത്തിന് തന്നെ ഞാൻ തരുന്നതാണ്. പ്രീമിയം ക്വാളിറ്റി ആണ് കേട്ടോ എല്ലാം ഞാൻ നിങ്ങൾക്ക് തരുന്നത്. സോ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക ദീപ് സ്റ്റോർ. ഫ്ലിപ്കാർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് വേറൊരു കാര്യം, നമ്മുടെ റിയൽമി ബഡ്സ് T300 ഉണ്ടല്ലോ 1799, നിർവ്വണ അയോൺ 1599, CMF നത്തിങ് ബഡ്സ് 1999. അതായത് ഓഫർ റേറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. മിക്കവാറും ഈ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ ലൈവ് ആകുമ്പോഴും ഇതൊക്കെ തന്നെ ആയിരിക്കും റേറ്റ്. അല്ലാണ്ട് ഇതിൽ കൂടുതൽ അങ്ങോട്ട് കുറയാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ ലൈവ് ആകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഞാൻ അങ്ങോട്ട് വീഡിയോ ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് ചെറിയൊരു സംശയം, ആമസോൺ ഇങ്ങനെ നമുക്ക് വലിയൊരു സർപ്രൈസ് തരാനായിട്ട്, അതായത് സമയത്തങ്ങോട്ട് പൊട്ടിക്കുമെന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. 24 ഉറപ്പായിട്ടും ആമസോണിലും ലൈവ് ആവും കേട്ടോ. കാരണം ഫ്ലിപ്കാർട്ടിൽ ലൈവ് ആവുന്നതോടൊപ്പം അവരും അങ്ങോട്ട് ചെയ്യാണ്ടിരിക്കത്തില്ല. ഇപ്പോൾ പൊതുവെ നമ്മൾ അങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഒരു സാധനം വരുവാണെങ്കിൽ അത് അതേപോലെ കോപ്പി അടിക്കും ആമസോണിൽ ഒരു സാധനം വരുവാണെങ്കിൽ അത് അതേപോലെ ഫ്ലിപ്കാർട്ടും കോപ്പി അടിക്കും. പിന്നെ മേജർ ബ്രാൻഡുകൾ എല്ലാവരും ഈ ഒരു ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ അങ്ങോട്ട് ഓഫേഴ്സ് ഇടുമെന്നുള്ളതിലും വേറൊരു സംശയമില്ല. ഓൾറെഡി നമ്മുടെ അഡ്രസ്സിലൊക്കെ കയറി നോക്കുകയാണെങ്കിൽ അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. മിക്കവാറും നൈക്കിയും അതുപോലെ തന്നെ പ്യൂമ, സോണി, അതുപോലെ തന്നെ നമ്മുടെ സാംസങ്, ഇതൊക്കെ തന്നെ എല്ലാവരും ഇൻഡിവിജ്വലിയും നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ അവർ അങ്ങോട്ട് ഓഫേഴ്സിൽ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഈ ഒരു ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ ആഘോഷിക്കുന്നത്. പ്രത്യേകിച്ച് അവരൊക്കെ പറയുന്നത് 50 to 80% ഓഫർ അവിടെ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ഇന്ത്യയിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാങ്ക് ഓഫ് ബറോഡ, ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, അതുപോലെ തന്നെ IDFC ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഒരു 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടും EMI ട്രാൻസാക്ഷൻസിന്. ഒന്ന് ആലോചിച്ച് നോക്കണേ, EMI എടുത്താൽ മാത്രമേ നമുക്ക് അവിടെ ഓഫർ കിട്ടത്തുള്ളൂ. അതായത് EMI എടുത്തു കഴിഞ്ഞാൽ അറിയാലോ നമ്മൾ പലിശ സഹിതം അടയ്ക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ലാഭമാണ്. സോ അവരിപ്പോൾ എന്തായാലും EMI-നെയാണ് കൂടുതൽ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. നമ്മൾ എന്തായാലും കൂടുതൽ അങ്ങനെ EMI എടുത്ത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടെന്നേ ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ. കാരണം ഇതൊക്കെ എന്റർടൈൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്താ പറയുക, നമുക്ക് തന്നെ നമ്മളുടെ കാശ് കയ്യിൽ പോക്കറ്റിരിക്കുന്ന കാശ് അങ്ങോട്ട് പോകുമെന്നുള്ളതാണ്. കൂടാതെ 5% അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് അവരുടെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന പോലെ തന്നെ ഇവിടെയും കിട്ടുമെന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനാണ് ഏറ്റവും ലാഭത്തിന് ഇവിടെ ഈ ഒരു ബ്ലാക്ക് ഫ്രൈഡേ സെയിലും സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നത്. iPhone 15 57,749 കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന ഓഫർ സെയിലിൽ പോലും ഈ സെയിം റേറ്റ് ആയിരുന്നു. അതുകൊണ്ട് കൂടുതൽ എടുത്ത് പറയേണ്ട, നോർമൽ റേറ്റ് 60,990 രൂപയാണ്. പിന്നെ മാക്ബുക്ക് M2 എന്താ പറയുക, ഒരു 2 എക്സിറ്റ് ഇട്ട് 990 എഴുതിയിട്ടുണ്ട്. എത്രയാണെന്നുള്ളത് അറിയത്തില്ല. കൂടാതെ നമ്മുടെ സാംസങ് S24 64,999 രൂപ മുതൽ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സെയിം റേറ്റിനാണ് ഇപ്പോഴും. പക്ഷേ S23 FE എന്ന് പറയുമ്പോഴത്തേക്കും 34,999 പ്രോഡക്റ്റ് നമുക്ക് 29,999 മേടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. S23 45,999 പ്രോഡക്റ്റ് നമുക്ക് 38,999 മേടിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. കൂടാതെ നമ്മുടെ ആ ഒരു മോട്ടറോള G85 16,999 മേടിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ തന്നെ നമുക്ക് കാർഡ് ഓഫറിൽ മാത്രമേ പറ്റത്തുള്ളായിരിക്കും. അല്ലാണ്ട് വെറുതെ ഇവരിങ്ങനെ ഒരു നോർമൽ റേറ്റ് ഇപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സിലൊക്കെ വരുന്ന പോലെ ഈ 16,999 നമുക്ക് വിത്തൗട്ട് കാർഡ് ഓഫർ, അതായത് ഡയറക്റ്റ് മേടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ മേടിക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും നല്ല കാര്യമാണ്. നമ്മളങ്ങനെ വീഡിയോ ചെയ്യുന്നതുമാണ്, അങ്ങനെ വരുവാണെങ്കിൽ കേട്ടോ. ഇനി വരുന്നില്ലെങ്കിൽ പോലും നമ്മൾ വീഡിയോ ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ബ്ലാക്ക് ഫ്രൈഡേ സെയിലിനെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.